ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന ചിക്കൻ റോൾ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചിക്കൻ റോൾ ഉണ്ടാക്കാൻ മാവ് കുഴക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ രുചികരമായ ചിക്കൻ റോളിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാം. ഞാനിവിടെ 200 ഗ്രാം അളവിൽ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ നമുക്ക് മസാല തേച്ച് പുരട്ടിയെടുക്കണം. അതിനായി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളകുപൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പാകത്തിന് ഉപ്പ്, പിന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ നാരങ്ങനീര് എന്നിവ ചേർത്ത് നന്നായി ചിക്കനിൽ തേച്ച് പുരട്ടാം. ഇപ്പോൾ മസാല ചിക്കനിൽ ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരമണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അടുത്തതായി വേണ്ടത് മാവ് തയ്യാറാക്കലാണ്. അതിനായി ഒരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു മുട്ടയാണ്. അത് പൊട്ടിച്ചൊഴിച്ച് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് ലൂസാക്കിയെടുക്കാം. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി നമുക്കിതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. അടുത്തതായി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണയും ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ മുഴുവനായും ചേർത്ത് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഒരു വശം ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വശം തിരിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ചിക്കൻ കംപ്ലീറ്റ് ആയി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാനിൽ നിന്നും കോരി മാറ്റാം. ഇനി നമുക്ക് അതേ എണ്ണയിൽ തന്നെ ബാക്കിയുള്ള ചേരുവകൾ തയ്യാറാക്കിയെടുക്കാം. 2 വലിയ സവാള ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്താൽ സവാള പെട്ടെന്ന് വഴന്നു കിട്ടും, അതിനു വേണ്ടിയാണ്. അങ്ങനെ സവാള വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി വന്നിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ചേർത്തിളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിളക്കി കൊടുക്കാം. അങ്ങനെ മസാലകളുടെ എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്തു വെച്ച ചിക്കൻ പൊടിച്ച് ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് മാവ് പരത്തിയെടുക്കലാണ്. അതിനുവേണ്ടി തവ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. തവ ചൂടായി വരുമ്പോൾ മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് നന്നായി പരത്തിയെടുക്കാം. പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ദോശ ചുട്ടെടുക്കുന്നത്. ഇപ്പോൾ മാവ് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ലിംഗ് ചേർത്ത് കൊടുക്കാം. ഫില്ലിംഗ് ചേർത്ത് കൊടുത്തതിന് ശേഷം മൈദ പേസ്റ്റ് ഇതുപോലെ തേച്ച് കൊടുത്ത് 2 വശവും മടക്കി കൊടുത്ത് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ 2 വശവും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ശേഷം വീണ്ടും ഇതുപോലെ മൈദ പേസ്റ്റ് തേച്ച് കൊടുത്ത് റോൾ ചെയ്തെടുക്കാം. അങ്ങനെ റോൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 2 മിനിറ്റ് തവയിൽ വെച്ചിട്ട് തന്നെ മൊരിയിച്ചെടുക്കാം. അങ്ങനെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തവയിൽ നിന്ന് എടുത്തു മാറ്റാം. ശേഷം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ റോൾ ചെയ്തെടുക്കാം.
പിന്നെ ഞാനിവിടെ ബ്രെഡ് ക്രംസും ഒരു മുട്ട പതിപ്പിച്ചതും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഓരോ റോളും എടുത്ത് മുട്ട പതിപ്പിച്ചതിൽ മുക്കിയെടുത്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു റോൾ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ പൊരിക്കാനായ റോൾസ് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു ചീനച്ചട്ടി ചൂടാക്കി ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് റോൾസ് ഓരോന്നായി ചേർത്ത് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു വശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ചിക്കൻ റോൾ കംപ്ലീറ്റ് ആയി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അങ്ങനെ സ്വാദിഷ്ടമായ ചിക്കൻ റോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് സോസിൻ്റെ കൂടെയും മയോണൈസിൻ്റെ കൂടെയും സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.